തരം പിന്നത്തെ വിഷയം, എന്തുകൊണ്ടാണ് ആളുകൾ മറ്റുള്ളവരെ തകർക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടി മുന്നേറാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ ദ്രോഹിക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മേഖലയിലെടുത്താലും മനസ്സിലാവും. കുട്ടിക്കാലം മുതലേ നമുക്ക് അറിയാം, സ്കൂളുകളിൽ മറ്റുള്ളവരെക്കാട്ടി മുന്നേറണം, ഫസ്റ്റ് കിട്ടണം, സെക്കൻഡ് കിട്ടണം, അങ്ങനെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും കടത്തി വെട്ടണം, അതിൽ അവൻ നശിക്കട്ടെ എന്ന് വരെ നമ്മൾ ആഗ്രഹിക്കും. എന്താ കാര്യം അതിനെക്കൊണ്ട്? എങ്ങനെയെങ്കിലും ഞങ്ങൾ എന്താണ് ഈ മുന്നേറൽ? സ്കൂളുകളിൽ നമ്മൾ മറ്റുള്ളവരെ കാട്ടിയും നല്ല മാർക്ക് കിട്ടിയാലും ഭാവിയിൽ ചിലപ്പോൾ അത് പോവും. അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ വലുതാകുമ്പോൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു, മറ്റുള്ളവരൊക്കെ തകർത്തിട്ട് നമ്മൾ ബിസിനസ്സിലായാലും ജോലിയിലായാലും എന്തിലായാലും നമ്മൾ മുന്നേറി നമ്പർ 1 ആവുന്നു. ജീവിതത്തിൽ മുന്നേറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് മറ്റുള്ളവരുടെ നാശം നമ്മളതിലൂടെ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചീഞ്ഞാലേ വേറെ വളമാവുള്ളൂ എന്ന് ശരിയാണ്. പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും നമുക്ക് ഈ ലോകത്തുള്ളതെല്ലാം നേടാം. മറ്റുള്ളവരെ ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. അതില്ലാതെ നമുക്ക് ഈ ലോകത്തെല്ലാം നേടാവുന്നതേ ഉള്ളൂ. പക്ഷേ മനുഷ്യൻ എങ്ങനെയെങ്കിലും അവനെ ഇതാക്കണം. അത് ഏത് ചെറുപ്പം മുതലേ തുടങ്ങുകയാണ്. ജോലി സ്ഥലത്തും ഉണ്ട്. അപ്പോൾ പലവരും പറയുന്നത് അത് നമ്മുടെ കർമ്മമാണ്. എന്ത് കർമ്മം? ആരെയും ദ്രോഹിക്കണമെന്ന് ഒരു ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ മനുഷ്യൻ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം അത്രയൊക്കെ ചെയ്യുന്നു. ഈ ദ്രോഹം ഞാൻ ഉൾപ്പെടുന്നത് ഒരാളെ സർവനാശം വരുത്തുന്നതല്ല. ചെറിയ ചെറിയ ദ്രോഹം മുതൽ അങ്ങ് വലിയ വലിയ ഇതിൽ വരെ മനുഷ്യനെത്തുകയാണ്. മനുഷ്യൻ നേടുന്നതെല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞു പോകണം. ഫിലോസഫി പറയുന്നതല്ല. എന്ത് നേടിയാലും ഇത് അവിടെ ഇട്ട് പോകണം. അവസാനം 0 ആവും. പിന്നെ എന്തിനാ ഇതൊക്കെ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട്? ദ്രോഹിക്കാതെയും ആരും നശിക്കാതെയും നിങ്ങൾ നേടേണ്ടതൊക്കെ നേടിയിട്ട് അങ്ങ് ജീവിതം അങ്ങ് ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിച്ചും അവനെങ്ങനെയെങ്കിലും കുതികാല വെട്ടിയും ഈ നേടുന്നത് എന്തും നമ്മൾ ഈ ലോകത്തിൽ ഇട്ടിച്ച് പോകണം. അത് ഉറപ്പാണ്. പക്ഷെ പലവരും പറയുന്നു ഞങ്ങൾ മക്കളെ പേരിലാക്കിയിട്ട് പോകും. ആ പാപത്തിന് കൊണ്ടുണ്ടായ പൈസ മക്കളുടെ പേരിലാക്കിയിട്ട് അവർ നന്നാവും തോന്നുന്നുണ്ട? എന്തിനാണ് ആളുകളെ ദ്രോഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിനൊന്നും കാര്യമില്ല. പക്ഷെ ചിലതുണ്ട് പ്രതികാരം, അത് വേറൊരു വിഷയമാണ്. നമ്മൾ ദ്രോഹിച്ച ആളെ തിരിച്ച് നമ്മൾ ദ്രോഹിക്കണം, അതൊക്കെ വേറെ ചർച്ചാ വിഷയമാണെങ്കിലും ഒരു ചെറിയ കാര്യം തന്നെ ഞാൻ പറയാം. സ്കൂളുകളിൽ നമ്മൾ 1ാമത്തെ റാങ്ക് കിട്ടാൻ അവൻ എങ്ങനെയെങ്കിലും പനി പിടിക്കണേ, 2ാമത്തെ റാങ്കുകാരന് പനി പിടിക്കണേ, അവനെങ്ങാണ്ട് കൂടുതൽ ഇതാവണേ, അവൻ്റെ ഒരു വൈരാഗ്യ ഉദ്ദേശത്തോടു കൂടി ചില പിള്ളേർ ചെയ്യുന്നത് കാണാം. അവിടെ നിന്നാണ് നമ്മൾ കോമ്പറ്റീഷൻ പഠിക്കുന്നത്. അന്ന് ആ കുട്ടികളെ പഠനം മനസ്സിലാക്കണം. ജീവിതം എന്ന് പറയുന്നത് എന്നും കോമ്പറ്റീഷൻ മാത്രമല്ല, അത് പലതും കാര്യങ്ങളുമുണ്ട്. സമാധാനപരമായിട്ടും നമുക്ക് ആരോഗ്യപരമായിട്ടും നമുക്ക് കോമ്പറ്റീഷൻ ചെയ്യാം. ആരെയും ഒന്നും ദ്രോഹിക്കാൻ നമ്മൾ നല്ലോണം പഠിച്ചാൽ മതി. പക്ഷെ അതില്ല. അവനിങ്ങോട്ട് അവനോട് ഒരു പക രീതിയിൽ നമ്മൾ കാണും. ഇപ്പോൾ ഒരു കമ്പാരിസൺ അവിടെ നിന്നും ഉണ്ട്. മറ്റുള്ളവരുടെ കാര്യം കുറച്ചധികം മാർക്ക് കിട്ടാൻ. അതുപോലെ ഇതൊക്കെ പോയിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ വരെ കുട്ടികൾ വൈരാഗ്യം കാണിക്കുന്നത് നമുക്ക് കാണാം. ഇല്ലേ? അവർ ചിലതൊക്കെ സർവ്വസാധാരണ നേരം പോക്കുള്ള കളിയാക്കൽ, ചിലത് ക്രൂരതയോടുകൂടിയൊക്കെ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ കിട്ടുന്ന ഒരു ആനന്ദം ഭയങ്കരമാണ്. ഒരു ചെറിയ കുറവുള്ള ഒരു ചെക്കനായിരിക്കാം, അവനെ ഇട്ടിട്ട് നമ്മൾ നാട്ടിക്കും. എന്നിട്ട് അതിൽ നിന്നൊരു ആനന്ദം കിട്ടും. എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കും. ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നേരം പോയി, നമ്മൾ ആ നേരം ആസ്വദിച്ചു. എന്ത് നേരം ആസ്വദിച്ച അവന് ആ നേരം മോശമായി. നിങ്ങൾ ആ ആസ്വദിച്ചു കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയ, സന്തോഷം കിട്ടിയ പോലും. ഈ ജീവിതം എന്ന് പറയുന്നത് ആ സന്തോഷം മാത്രമല്ല, വരുന്ന ഒരുപാട് ദുഃഖങ്ങളും വരാനുണ്ട്. നിങ്ങൾ ഈ 5 മിനിറ്റ് സന്തോഷിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ റിട്ടേൺ ആയിട്ട് ജീവിതം അതിനെക്കാട്ടും ഗംഭീര ദുഃഖം തരും. എന്തിനാണ്? ഇപ്പോൾ ശരിയാണ്, നിങ്ങളാരെ ദ്രോഹിച്ചാലും ദ്രോഹിച്ചില്ലെങ്കിൽ നമുക്ക് വരേണ്ട ദുഃഖം വരും, അത് കറക്റ്റാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ കിട്ടുന്ന ആ ഒരു നിമിഷത്തെ സുഖം വേസ്റ്റാകും, അതങ്ങ് പോവും. എപ്പോഴും സുഖം വേറൊന്നും നേടുന്നില്ല. ആ നിമിഷം നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒന്നും ആസ്വാദനം ഇല്ല. ആ ആസ്വാദനം എവിടെ റെക്കോർഡ് അത് കാരണം നിങ്ങൾ അതും പെട്ടെന്ന് മറക്കുകയും ചെയ്യും. നേരം പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കുണ്ടായ ടെൻഷൻ അതും എന്ന് മാത്രം ഉണ്ടാവും. മാത്രമേ നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുക.
കുറച്ച് കഴിഞ്ഞാൽ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവനെ കളിയാക്കിയ ആ 5 മിനിറ്റ് നിങ്ങൾ മറക്കും. വരാൻ വന്ന ദുഃഖമായിരിക്കും നിങ്ങൾ ഓർക്കും. അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്. ഇത് വലിയ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയവും അങ്ങനെയൊക്കെ ഞാനൊന്നും പറയുന്നില്ല. അതെന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളും പിന്നാലെ പോകും. നിങ്ങളൊരാളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ നിങ്ങളെ ദ്രോഹിക്കാനുണ്ടാവും. മാത്രമല്ല ഈ ദ്രോഹിച്ചുകൊണ്ട് അവസാനം നിങ്ങളും ഈ ലോകം വിട്ടു പോകണം. ആളും പോവും, എല്ലാവരും പോവും. നമ്മളിപ്പോൾ ഒരിക്കലും മരണം ഇല്ലെങ്കിൽ നിങ്ങൾ ആജീവനാന്ത ഇവിടെ സുഖമായിട്ട് ജീവിക്കുമെങ്കിൽ, മരണം ഇല്ലാന്ന് പോയിട്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും ദ്രോഹിക്കുന്നതിന് അർത്ഥമുണ്ട്. കാരണം ഞാൻ രാജാവാണ്, എല്ലാ ആളും മരിക്കും. ഈ ചിരഞ്ജീവി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ, മരിക്കാത്ത ആരും കണ്ടിട്ടില്ല. അപ്പം പിന്നെ എന്തായാലും എല്ലാവരും പോവും. പിന്നെ എന്തിനാ ഒരു നിമിഷത്തെ ആനന്ദത്തിന് വേണ്ടി ആനന്ദം കിടത്ത എന്തൊക്കെ മാർഗമുണ്ട്. എല്ലാവരെയും കളിയാക്കുന്നതിനെ സ്കൂൾ പിള്ളേർ ഈ കളിയാക്കുന്നവനെയും എല്ലാവരെയും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ആ തമാശ പറയാൻ. അതായത് കളിയാക്കുന്നവൻ വരെ ചിരിക്കണം, അതാണ് യഥാർത്ഥ തമാശ. അതില്ല അവൻ്റെ ചിലവർ ഇപ്പം എല്ലാ ആൾക്കാരും പറയുന്നത് ചിലവർ ആ ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ കാലഘട്ടത്തിലുണ്ട്, ജോലി സ്ഥലത്തുണ്ട്, വെറുതെ മാനസിക പ്രഷർ കൊടുക്കുക. ഒരു ജോലി എളുപ്പത്തിൽ തീർക്കാവുന്ന ഒരു ജോലി ഉണ്ടാവും, സമാധാനത്തിൽ തീർത്താൽ മതി. ക്ലയൻറ്റും ഒന്നും പറയുന്നില്ല. അതായത് ആർക്ക് വേണ്ടി നിങ്ങളെ ജോലി ചെയ്യുന്ന അവരും ചിലപ്പോൾ പ്രഷർ ഇടാത്ത അവസ്ഥ വരുമ്പോൾ ഇവർ മാനസികമായി ഇങ്ങനെ പ്രഷർ കൂട്ടും. അതൊരു ആനന്ദം കണ്ടെത്തില്ല. അതൊരു കഞ്ചാവ് അടിക്കുന്ന പോലത്തെ ഒരു ആനന്ദം കിട്ടുന്നുണ്ട്. ഈ ഒരു നിമിഷ സുഖത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ ആളുകൾ വെറുതെ ദ്രോഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് കിട്ടുമ്പോഴും നിങ്ങൾ പരാതിപ്പെടുന്നു, എന്നെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് ശരി, നിങ്ങൾക്ക് ഒരാൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുക, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, തിരിച്ച് എങ്ങനെയെങ്കിലും വരും. അതാണ് ഈ പ്രകൃതി നിയമം, അല്ലെങ്കിൽ ജീവിതത്തിലെ നിയമങ്ങൾ അങ്ങനെയാണ്. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് തിരിച്ച് കിട്ടുമല്ലോ എന്നില്ല. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഇല്ല. ഈ ലോകത്തിൽ ഒന്നിനും ബെനിഫിറ്റില്ല. അതാണ് നമ്മൾക്ക് നമ്മുടെ ആത്മാവിന് കുറച്ചുകൂടി സന്തോഷം നൽകിയ അത് നല്ലത്. വെറുതെ ദ്രോഹിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ സന്തോഷം വേസ്റ്റാണ്. നിങ്ങൾ അതിന് പകരം നല്ല കർമ്മങ്ങൾ ചെയ്യുക, അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ കണ്ടുപിടിച്ച് തന്നെ ശിക്ഷ കൊടുക്കുക. അതെങ്കിലും പുണ്യകർമ്മം ചെയ്യും. നല്ലവനായിട്ട് നടക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് മോശമാവാതിരുന്നാൽ പോരെ. നല്ല കർമ്മങ്ങൾ പലവരും ചെയ്യാറില്ല, ശരി, അവർ സെൽഫിഷ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? ഇത് ഉപദേശിക്കാൻ പോയ എന്താ പറയുക ആളുകൾ ഇങ്ങോട്ട് കളിയാക്കും, നീ ആരാടാ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടിട്ട് ഉപദേശിക്കുന്നവനിട്ട് ഇത് എല്ലാം നിമിഷ സന്തോഷത്തിന് വേണ്ടിയിട്ട് പോവുക. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആത്മസന്തോഷം, ഇതിനൊന്നും ഈ നിമിഷ സന്തോഷങ്ങൾ മറ്റുള്ള ദ്രോഹിച്ചിട്ട് സന്തോഷം ആത്മാവിന് ദോഷമേ വരുത്തും. അത് വേറൊന്നും നിങ്ങളത് എന്താ പറയുക ഫിലോസഫിക്കലി ആത്മാവെന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിക്ക് അതൊരു ഒരു ഗുണമില്ല. അതൊന്നാമത് നിങ്ങളുടെ ആത്മാവിന് അതും തീരെയില്ല. വെറുതെ ആ സമയം അങ്ങ് കളഞ്ഞു. ഈ സമയം കളയല്ലോ എനിക്ക് പറയാനുള്ളത്. സമയം കളഞ്ഞ് അവസാനം മരണസമയത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുറച്ച് സമയം കൂടി തരുമോ? അപ്പോൾ ഈ സമയം കളയാൻ നമ്മൾ വെറുതെ സമയം കളഞ്ഞതൊക്കെ ഈശ്വരൻ വന്ന് ചോദിക്കൂലേ, നിങ്ങൾക്ക് 75 വർഷത്തെ ആയുസ് തന്നു, എത്ര സെക്കൻഡ് തന്നു, എത്ര മിനിറ്റ് തന്നു, നിങ്ങളെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല ഇപ്പം നല്ലത് ചെയ്താലും മോശം ചെയ്ത് നിങ്ങളെന്നാ പറയുന്നത് ഒന്നുമില്ല എന്നല്ലേ, അപ്പം പിന്നെ മോശം ചെയ്തുകൂടെ? നല്ലത് ചെയ്തുകൊണ്ട് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക സമാധാനം കിട്ടും ജീവിതം, അല്ലേ? സമാധാനത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇന്ന് ഈ ജീവിക്കുന്നത്. ഉള്ള സമയം ആനന്ദവും സമാധാനമായിട്ട് പോവാം. പിന്നെ ഇതെന്തോ നമുക്ക് നല്ലത് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ലത് തിരിച്ചു വരാം, സമാധാനം കിട്ടാം, വേറെ കുഴപ്പങ്ങളൊന്നും പോവില്ല, വേറെ ഒന്നും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ ഫിലോസഫിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്തരാത്മാവിനൊരു ശാന്തി കിട്ടൂലേ? ആ നേരം അല്ലെങ്കിൽ വയസ്സാം കാലത്ത് നമുക്ക് ആരെയും ദ്രോഹിച്ചില്ല എന്ന് നമുക്ക് കൈവച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ഈ നിസ്സാരമായ കട്ടുറുമ്പിനെയും നമ്മൾ നടന്നു പോകുമ്പോൾ ഒത്തിരി മൃഗങ്ങളെ ചവിട്ടി കൊല്ലുന്നുണ്ട്. അതൊന്നും നമുക്ക് പറ്റത്തില്ല. എങ്കിലും കാര്യമായിട്ട് ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് നമുക്ക് കൈവച്ച് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, ഒരാശ്വാസം ഉണ്ടാവുമല്ലോ. അത് വളരെ നല്ലതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ
എത്രയോ ആളെ ദ്രോഹിച്ചു വെറുതെ. ആ ആൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് കൂടുതൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിലോ നമ്മളറിയില്ലല്ലോ. നമ്മളിപ്പോൾ എൻ്റെ കോളേജ് സമയത്തുള്ള ഒരു അനുഭവം, കുറേ ആൾ വന്നിട്ട് നിസ്സാര കാര്യത്തിന് ഒരു പയ്യനെ കളിയാക്കി. നിസ്സാര കാര്യത്തിന് അവൻ എല്ലാവരും ചേർന്ന് ചിരിച്ചു. അവനുണ്ടാകുന്ന മാനസിക ട്രോമ വേറെ ആയിരിക്കും. നിങ്ങളെല്ലാം ചിരിച്ച് പിന്നെ പോയി ഇതൊക്കെ നേരം പോക്കെ എടുക്കണ്ടേ? ഈ നേരം പോക്കിന് നിങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഈ ഒരാളെ കളിയാക്കി. ആ ആൾ എല്ലാം ചേർന്നിട്ട് പിന്നെ കളിയാക്കിയവർക്കും ഈ ചിന്തിച്ചുകൂടെ? എല്ലാവരും ചേർന്നിട്ട് അവനെ കളിയാക്കി കഴിഞ്ഞാൽ അവനെന്ത് ഫീലുണ്ടോ? കോളേജിൽ യഥാർത്ഥ ജീവിതത്തിന് തന്നെ എടുക്കാം. എല്ലാവരും ചേർന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കൂട്ടത്തോടെ വന്ന് എല്ലാവരും ഒരുത്തിനിടിക്കുന്നു. നമ്മൾ ഒരുപാട് സംഭവം അറിയാം. കൂട്ടത്തോടെ വന്ന് ഇടിക്കാൻ എന്താ ആവേശം! അതായത് ഇവരൊറ്റക്ക് വന്ന് ഇടിക്കൂല, അത് തരൂല്ല. ഡെയിലി കാണുന്നില്ലേ, എല്ലാവരും ചെന്നിട്ട് കൂട്ടത്തോടെ വന്ന് കുറേ ആൾ അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ്. ഇവർക്കൊക്കെ നാണമുണ്ട്. ഒറ്റക്ക് വന്നിട്ട് ധൈര്യമില്ല അവർക്ക്. ഒറ്റക്ക് ആരും അടിക്കാൻ ഇവർക്ക് ധൈര്യമില്ല. ഒന്നാമത് ക്യാമറ ഒപ്പിയെടുക്കുമോ എന്ന് പേടി. രണ്ടാമത് ഒറ്റക്ക് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കുമോ. അതുകൊണ്ട് കൂട്ടത്തോടെ വരുന്നത് ഒരുമാതിരി ആണത്തരല്ല, അതുമാതിരി നാണക്കേടാണ്. ഇന്ന് ചിന്തിച്ച് നോക്കി, ആ കൂട്ടത്തോടെ ഈ അടിച്ചവനെ വേറെ കൂട്ടം വന്നിട്ട് അടിക്കാൻ വന്ന തിരിച്ചടിക്കാൻ പറ്റുമോ? ഇല്ല. ഈ വാളെടുത്തവൻ ആ വാളും കൊള്ളുന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഞാനതിൽ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷത്തിന് വേണ്ടി വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളെല്ലാവരും പോവും. പറയുന്നത് ഞാനും നിങ്ങളെല്ലാം മരണം ഉറപ്പാണ്. നിങ്ങൾ ഈ കരിക്കുന്ന കോപ്രായം കൊണ്ടൊന്നും ഒരു മാറ്റവും അതിന് വരാൻ പോകുന്നില്ല. അപ്പം പിന്നെ എന്തിന്? നിങ്ങൾ വേണമെങ്കിൽ മരണം സംഭവിക്കാതെ നിൽക്കാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് ഈ കളി മൊത്തം കളിക്കും, ചിരഞ്ജീവിയാകാൻ നോക്ക്. എന്നിട്ട് അല്ലാതെ ഈ കോപ്രായം കാണിച്ചിട്ട് തനിക്ക് ഈ ലോകം ഒരുപാട് നാൾ ഭരിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. നല്ല സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഇത് ചെയ്യാതിരിക്കും, അത്രേ ഉള്ളൂ. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ മനുഷ്യനല്ലേ നേരം പോക്ക് മുതൽ തുടങ്ങും. എന്ത് പണ്ടെന്ന കാര്യം ഇതൊന്നും ആരും മനസ്സിലാക്കേണ്ട സമയമാകുമ്പോൾ പ്രായമാവും. അതുകൊണ്ടാണ് പ്രായമുള്ളവർ കുറച്ചും കൂടി ശാന്തമായിട്ട്. പക്ഷേ പ്രായമുള്ളവരും ഇതുണ്ട്, 100 വയസ്സിറ്റും ആയിട്ട് പോലും എല്ലാവർക്കും ക്രൂരതയ്ക്ക് എത്രയോ ലീഡേഴ്സും എത്രയോ ആളുകളുണ്ട്, ഒടുക്കത്തെ ക്രിമിനൽസ് ഉണ്ട്. അവർക്കൊക്കെ 90 വയസ്സായി, 80 വയസ്സായി, എന്നിട്ടും അവർക്കറിയായി പോകുന്നു. ഈ ലോകം വിട്ടു പോകുന്നവർക്കറിയാം. എന്നിട്ടും അവർ ആ ദ്രോഹിക്കാൻ കാണിക്കുന്ന മനസ്സ്, എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. മരിച്ചാലും കുഴപ്പമില്ല, ആനന്ദം കണ്ടെത്തി, മറ്റുള്ളവരെ ദ്രോഹിച്ച് കിട്ടുന്ന ആനന്ദം കണ്ടെത്തിയിട്ടേ ഞാൻ പോകും. എന്തൊരു വാശിയാണ് എല്ലാവർക്കും. അതിലുള്ളിടത്തോളം കാലം ഈ ലോകം നന്നാവില്ല. ചിലവർ പറയുന്നത് കലിയുടെ വിളയാട്ടമാണ്, അത് ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയാനെങ്കിലും പറയാം. ഒരു നിമിഷം പോലും അവൻ ചിന്തിക്കുന്നില്ലല്ലോ. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കാം മനസ്സിൽ ഇങ്ങനത്തെ ശക്തികൾ നമ്മളെ കൊണ്ട്. മദ്യത്തിൻ്റെ ഇതിലാണ് കുറേ ആൾ കൊലപാതകം നടക്കുന്നത്, മദ്യത്തിൻ്റെ ഇതിലും. പക്ഷേ ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ കളിയാക്കൽ, അവിടെ മദ്യമൊന്നുമില്ല, എന്നിട്ടും അവൻ ദ്രോഹിക്കാൻ കാണിക്കുന്നു. നമ്മുടെ ജോലി സ്ഥലത്ത് അവനൊരു കഞ്ചാവ് ഒന്നും അടിച്ചില്ല, എന്നിട്ടും അവൻ ആ മറ്റുള്ളവനെ ടോർച്ചർ ചെയ്യാൻ കിട്ടുന്ന ഒരു സന്തോഷം, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി ശക്തികളായാലും ശരി, കള്ള്, മദ്യം തുടങ്ങിയ കഞ്ചാവ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടല്ല മനുഷ്യൻ മോശമാവുന്നത്. മനുഷ്യന് ഇതൊന്നും ഉപയോഗിക്കാത്തവർ വരെ ദ്രോഹിക്കാനുള്ള ടെൻഡൻസിറ്റി ഉണ്ട്. അത് നമ്മൾ റിയൽ ലൈഫിൽ എത്ര കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ ജീവിതത്തെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതൊന്നും ഉപയോഗിക്കാതെ, ഒരു മദ്യം പോലും തൊടാത്ത, ഒരു മോശശീലവും ഇല്ലാത്ത എത്രയോ ആൾ ദ്രോഹിക്കാനായിട്ട് നമ്മളെ ഉപയോഗിച്ചു. കാര്യത്തിൽ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. എനിക്ക് ഡ്രൈവിംഗ് അറിയാം, അതറിയാം, എനിക്ക് പഠിപ്പിൽ ഇത്രയും വിവരമുണ്ട്. ഇതിൻ്റെ പേരിൽ കളിയാക്കിയിട്ട് നിനക്കൊന്നും അറിയില്ലല്ലോ. അത് കുറേ ഉണ്ട്. അതൊരു ഇതാണ്, അറിവിൽ ഞാൻ മുൻപന്തിയിലെത്തിയെന്ന്. എന്തറിവ്? നീ എത്ര പഠിച്ചു? അതൊന്നൊക്കെ അഹങ്കരിച്ചിട്ട് എന്താ കാര്യമുണ്ടാ? ഇതെല്ലാം അവസാനം ആകുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ചെറിയ കാര്യത്തിന് അടിപിടിച്ചതൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചതൊന്നും ഒരു കാര്യമില്ല. സന്തോഷത്തോടു കൂടി നിൽക്കുകയല്ലേ, എന്ത് ചെയ്യാനേ വെറുതെ. ഇതൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ, മരണസമയം ആകുമ്പോൾ.
അതുവരെ കളിക്കേണ്ട ആട്ട്. അപ്പം അതിപ്പോൾ ചില സ്പിരിച്വാലിറ്റിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഗുണങ്ങൾ എന്നൊരു ഇതുണ്ട്, ആത്മാവിനൊരു ഗുണമുണ്ട്, അവൻ ആ ഗുണം അനുസരിച്ച് ചെയ്യൂ. ഇതൊക്കെ നമുക്ക് ഫിലോസഫിക്കലി നമുക്കത് പറയാതായിരിക്കാം, പക്ഷേ എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമുക്ക് വിശ്വസിക്കാമെന്നല്ലാതെ ഇതിൽ നിന്ന് നമ്മൾ കൂടുതൽ ചിന്തിച്ചിട്ടൊന്നും ഒന്നും പിടികിട്ടുന്നില്ല. എന്തുകൊണ്ട് അവനങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില നമ്മൾക്ക് ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടാണോ എന്ന് വെച്ചാൽ അതുമല്ല. അപ്പം പിന്നെ ഇതന്നെയായിരിക്കും, ഗുണമായിരിക്കും ചിലപ്പോൾ അത് കാണിക്കുന്നുണ്ടാവും, അല്ലാതെ വേറൊരു കാരണം പിടികിട്ടുന്നില്ല. ഓക്കെ.